നമുക്കിത് മാത്രം മതി. ഇത് നമ്മുടെ മമ്മി കൊടുത്തിട്ട മത്തങ്ങയാണ്. ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മള് മമ്മിയുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ഞാനും അപ്പും നമ്മുടെ മാവേലിക്കര വീട്ടിലേക്ക് പോവാണ്. മമ്മിയുടെ വീട്ടിൽ വന്ന വീഡിയോ കഴിഞ്ഞ വ്ളോഗിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ദേ മമ്മി നമുക്ക് അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിട്ട് മമ്മി തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയ മത്തങ്ങ. ഈ മത്തങ്ങയുടെ പ്രത്യേകത എന്താ മമ്മി? ചേന മത്തങ്ങന്ന് പറയും. സാധാരണ മത്തങ്ങ പോലെ വലിയ മത്തങ്ങ അല്ലേ ഇത്. കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. ഇത് നമ്മള് കപ്പയൊക്കെ ചെണ്ടമ്മയൊക്കെ അതുപോലെ വേവിച്ചിട്ട് കന്നാരിമുളകൊക്കെ അരിച്ചിട്ടൊന്നും പുഴുങ്ങി കഴിക്കാൻ പറ്റും. ഓ അപ്പൊ നമുക്കിത് അപ്പൂസ് അമ്മയ്ക്ക് കൊടുക്കും. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരട്ടെ. നമുക്ക് നേരെ വീട്ടിൽ പോവാട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ ഗൈസ് നമ്മളതേ കൊറേ ദൂരം ഇങ്ങ് കഴിഞ്ഞിട്ടുണ്ടേ. അങ്ങനെ കഴിഞ്ഞ് മാവേലിക്കര എത്തി. ഞങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് കപ്പ ബിരിയാണി കഴിക്കാൻ കയറി. പിന്നെ അയ്യോ ദോശ കഴിക്കാനൊക്കെ കയറിയതല്ലേ കുഞ്ഞാ? ദോശയും പിന്നെ ബീഫും ഒക്കെ കഴിച്ചു. പിന്നെ അച്ഛന് നമ്മള് കപ്പ ബിരിയാണി പാഴ്സല് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അമ്മയ്ക്ക് പിന്നെ മമ്മി തിന്ന മത്തങ്ങയുണ്ട്. സത്യം പറഞ്ഞാലേ അധികം സാധനങ്ങളൊന്നും വാങ്ങിക്കാനോ എങ്ങും കയറാനോ ഒന്നും പറ്റിയില്ല. എന്ന് വെച്ചാല് നമുക്ക് നല്ല യാത്രാക്ഷീണമുണ്ട്. രാവിലെ തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങിയതല്ലേ. പിന്നെ മമ്മിയുടെ അങ്ങ് പോയി. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള യാത്ര അതും പോരാഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഫുൾ യാത്രകളായിരുന്നു. അതുകൊണ്ട് നമുക്ക് നല്ല ക്ഷീണമുണ്ട്. അപ്പൊ ഇന്ന് നല്ലതായിട്ട് കിടന്നൊന്ന് ഉറങ്ങണം. പ്രായക്കര പാലം എത്തി ഗൈസ്. കണ്ട ഞങ്ങളുടെ മാവേലിക്കര എത്തി ഗൈസ്. അങ്ങനെ കൊറേ നാളുകൾക്ക് ശേഷം ഞാൻ മാവേലിക്കര എത്തി ഗൈസ്. ഞാൻ വീട്ടിലേക്ക് പോകുമ്പോ എന്റെ ടെഡി ട്രിങ്കിൾ വീക്ക എന്റെ പട്ടിക്കുഞ്ഞുങ്ങള് അയ്യോ എന്റെ പഞ്ഞക്കുട്ടന്മാരെയൊക്കെ ഇന്ന് കാണാൻ പറ്റും. അച്ഛൻ കുറെ നാളുകൊണ്ട് വിളിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് എത്താറാവുന്നുണ്ട് കേട്ടോ. നല്ല രാത്രിയായി. നീ എന്തായാലും ഞങ്ങളുടെ ഒരു പള്ളി ഉണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പള്ളി, അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ പള്ളി എത്താറായിട്ടുണ്ടേ. ഞാനും അപ്പൂസും സ്ഥിരം വന്ന് പ്രാർത്ഥിക്കാറുള്ള ഞങ്ങളുടെ പള്ളിയായത്. ഇവിടെ ഞാനും അപ്പൂസും വന്ന് പ്രാർത്ഥിക്കാം. കണ്ടില്ലേ, മാതാവും പിന്നെ ഉണ്ണീഷും ഉണ്ട്. പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ വീട് എത്താറായിട്ടുണ്ട് കേട്ടോ. എനിക്ക് അച്ഛനെയും അമ്മയൊക്കെ കാണാം. അവര് നല്ല ഉറക്കമായിരിക്കും. പിന്നെ അച്ഛന് ഭയങ്കര വിഷമമാണ് കേട്ടോ. അച്ഛനെന്ന് വെച്ചാലുണ്ടല്ലോ, അച്ഛനെ ഞാൻ എപ്പോഴും അടിയായിരിക്കും ഉള്ള കാര്യം പറയാലോ. പക്ഷെ ഇപ്പം എന്നെ കുറെ നേരം ഒന്നും കണ്ടില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന അച്ഛൻ. അമ്മയെക്കാളും അച്ഛനാ വിഷമിക്കണേ. അച്ഛൻ എപ്പോഴും ഇവനെ വിളിച്ച് ശല്യം ചെയ്യുന്നേ. ആ മോനെ എന്ന് പറഞ്ഞ് വിളിക്കും അല്ലേ കുഞ്ഞാ? അപ്പൊ എത്താറാവുന്നുണ്ട്. പിന്നെ നമ്മുടെ ചെടിക്കുട്ടൻ, നമ്മുടെ ട്രിങ്കിള്, മീക്ക, നമ്മുടെ പട്ടിക്കുട്ടന്മാര്. അമ്മയ്ക്കുണ്ടല്ലോ, അമ്മയ്ക്ക് കല്യാണത്തിന് വന്നിട്ട് ഇവരെ കാണാഞ്ഞിട്ടായിരുന്നു. ഗുരുവായൂർ വെച്ചിട്ടല്ലേ കല്യാണം. അപ്പൊ നമ്മള് ഫുഡൊക്കെ കൊടുക്കാനേ കുഞ്ഞുങ്ങൾക്ക് അമ്മ കറക്റ്റ് സമയത്ത് ആഹാരമൊക്കെ കൊടുക്കില്ലേ കുഞ്ഞാ? അപ്പം അമ്മയ്ക്കത് പറ്റുന്നില്ല. അപ്പം കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തായിട്ടുണ്ടാവും, അവര് വല്ലതും കഴിച്ചിട്ടുണ്ടാവോ, അങ്ങനത്തെ ഒക്കെ ഒരു ഇതായിരുന്നു. സ്വന്തം മക്കളോ അല്ലേ അമ്മ നോക്കണേ. നമ്മുടെ വീടിന്റെ വഴി എത്തിയിട്ടുണ്ട്. അപ്പോ ഗായ്സ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ അപ്പൂസ് അവിടെ ബൊക്ക ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കാറിൽ, അത് ഞാൻ ഇനി കൊണ്ടുവന്നു. പിന്നെ അവിടുത്തെ ഒരു ഗിഫ്റ്റ് ലൈറ്റ് കത്തുന്ന എൻ്റെ ഫേവറേറ്റ്, അത് റൂമിൽ വയ്ക്കാൻ എടുത്തു. പിന്നെ അച്ഛന് കപ്പ ബിരിയാണി വാങ്ങിച്ചത്, മമ്മി തന്ന മത്തങ്ങ, പിന്നെ എൻ്റെ കുറച്ച് ഡ്രസ്സ്, പിന്നെ എൻ്റെ മേക്കപ്പ് ബോക്സ് അപ്പൂസിൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ നമുക്ക് വീട്ടിലോട്ട് പോവാം. അച്ഛനെ എണീറ്റാൻ തോന്നുന്നു കേട്ടോ. നമ്മുടെ ചെടിക്കുട്ടനൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് ചിങ്കളും മീക്കും എല്ലാവരും. നമ്മള് നേരത്തെ ഇതിലെ നടന്നു പോയപ്പം ഇവിടെ ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ കല്യാണത്തിന്റെ? അതെ.
പൊന്നുമക്കളെ, അപ്പൂന്റെ അടുത്ത് പോയ ഇതു. Guys, ഞാൻ വീട്ടിലെത്തി guys. Daddy, daddy, my daddy. ദേ ഇത് എന്താ മമ്മിയുടെ അമ്മേ, ഇത് അപ്പൂസിന്റെ അമ്മ കൊടുത്തുവിട്ട മമ്മി കൊടുത്തുവിട്ട മത്തങ്ങ മക്കളെ. അങ്ങനെ ഗൈസ് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിരിക്കയാ. ഇത് നമ്മുടെ മമ്മി കൊടുത്തുവിട്ട മത്തങ്ങയാണ്. ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ വേണം ഇവിടെ എല്ലാം? വാ മോനെ, വാ അച്ഛൻ്റെ ഉള്ളത്. വാ വാ. ഇതു ടെഡി ചക്കര പൊന്നേ, അമ്മനെ ശുദ്ധി, അമ്മനെ പൊന്നോനെ, അമ്മനെ തക്കട്ടി, അമ്മനെ പൊന്നകട്ടി, അമ്മനെ മുത്തകട്ടി, ചക്കര കരടിക്കുട്ടി. ഇല്ലടി ഇല്ലടി ചക്കര പോലെ. അതു ഓ ടെഡി വാ 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 വാ. ടെഡി വാ 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 വാ. എന്റെ ചക്കരമോനാണോ എന്റെ പഞ്ചാരക്കട്ടിയാണോ? ഇവനുണ്ടപ്പനായി. ഇതു കുശുമ്പളങ്ങ മിക്കാറും ഇതിന്റെ പൊട്ടൊക്കെ ചൂട്ടിക്കുന്നത്. ഇവരെ എങ്ങനെ കൊടുക്കണം കുഞ്ഞാ? കൊടുക്കാൻ തോന്നുന്നുണ്ടോ? ഇവരെ പൊന്നു പോലെ നോക്കുന്നവർക്ക് ഞാൻ തരും കേട്ടോ. പൊന്നു പോലെ ആർക്ക് നോക്കാൻ പറ്റോ അവർക്ക് ഞാൻ ഇവിടെ തരുവേ. ഇശമോളെ തക്കരി സ്നേഹം കൂടുതലാട്ടോ. ഇവൻ തന്നെ മടിയിലൊക്കെ വന്ന് നടക്കും. ബ്ലൂയി അച്ഛന്റെ കൂടെ കിടക്കുമായിരുന്നു. ആണോ? ആണോടാ? ആണോടാ ബ്ലൂയിച്ചേ? അവരുടെ പൊന്നെ ഇശമോളെ തന്നെ, ഇശമോളെ തന്നെ. ഇസ ഞാൻ എന്തോരം ഇതിനെ മിസ് ചെയ്തെന്നറിയാമോ? എന്റെ കൂടാത്തികളാണോ? എന്റെ പഞ്ഞിക്കെട്ടുകളാണോ ഇത്? എന്റെ പഞ്ഞിക്കെട്ടുകളാണോ ഇത്? എന്റെ പഞ്ഞിക്കെട്ടുകളാണോ ഇത്? ദൈവമേ, എല്ലാരും കൂടെ പണിയൊക്കെയിരിക്കുന്നതാ. കട്ടുപിടിക്കുന്ന ഇത്രയും വലുതായില്ല. ചിങ്ങളെ ഓടോട് വെളിയിലൂടെ ഓട്. അവിടെ വഴക്കിടല്ലേ. അവിടെ പാല് കുടിക്കാനാ മക്കളെ. നമ്മുടെ പിള്ളേരെല്ലാം വലുതായി. പൊട്ട് കുത്തി ഓടിക്കൊണ്ടിരുമോളെ. ചെടിക്ക് കുശുമ്പ കേട്ടോ. നമ്മൾ അവനെ മാത്രമേ കൊഞ്ചിക്കുള്ളൂ. കുശുമ്പാണോടാ? കുശുമ്പാണോ എത്തു? നിങ്ങളെ കണ്ടില്ലെങ്കിലേ ഇവിടെ ഒരു നേരെ ഒരു ബക്കറ്റ് ഇത് ഇത്രയും നേരം ഞാൻ അവിടെ നോക്കിയിരിക്കുമായിരുന്നു. ഞാൻ ഇപ്പോഴേ അങ്ങോട്ട് കടന്നേ ഉള്ളൂ. ഉറക്കം ഉളച്ചിരിക്കുക കേട്ടോ. അതാണ് നമ്മുടെ പ്രായമാകുമ്പോൾ അങ്ങനെയൊക്കെയാ എല്ലാ കാര്യങ്ങളും നമ്മുടെ രീതിയിൽ പോവുക. അതാണ് ഇപ്പൊ അച്ഛന് സന്തോഷമായി എല്ലാ കാര്യങ്ങളും നമ്മുടെ മുന്നോട്ട് പോവുക, നമ്മുടെ ജീവിതം കേട്ടോ. ചിരിക്കും അച്ഛന്റെ വർത്താനം കേട്ടിട്ട്. അച്ഛന്ന് വെച്ചാലേ അച്ഛൻ എപ്പോഴും വിഷമമാ. അച്ഛൻ പെട്ടെന്ന് കരയും കേട്ടോ. അമ്മ അങ്ങനൊന്നുമില്ല. അമ്മ സ്ട്രോങ്. അപ്പൂസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പട്ടിക്കുട്ടി ഇതാ, കരടിക്കുട്ടി. ഞങ്ങള് കരടിക്കുട്ടീനെ വിളിക്കുന്നത്.
കരടിക്കുട്ടി കുഞ്ഞിക്കരടി, അവന്റെ കുഞ്ഞിക്കരടി. അയ്യോ, അങ്ങനെ നമ്മള് ഫൈനലി വീട്ടിലെത്തി. കൊറേ നാൾക്ക് ശേഷം വീട്ടിലെത്തി. നമ്മളെല്ലാരും ഭയങ്കര ഹാപ്പിയായി അല്ലേ കുഞ്ഞാ? അവന് ദേ കരടിക്കുട്ടീനെ തൊട്ടിട്ട് മതിയാവുന്നില്ല. കാണാതെ വിഷമിച്ചൊക്കെ ഇരിക്കുവായിരുന്നു ഞങ്ങള്. എന്താ ചെയ്യാനാ? പക്ഷെ ഏറ്റവും കൂടുതൽ വിളിക്കുന്ന അച്ഛനാ അല്ലേ? അച്ഛനെ എങ്ങനെന്നറിയാവോ? അച്ഛനാണെങ്കിൽ ഫോൺ എടുത്ത് ഡയൽ ചെയ്തിട്ട് അമ്മേനെ കൊണ്ട് വിളിപ്പിക്കും, എന്നിട്ട് അമ്മയെ സംസാരിക്കുന്നത്. അച്ഛന് കരച്ചില്ല. എന്താ ചെയ്യാനാ? ഇനി കുറച്ച് നാളത്തേക്ക് നമ്മൾ ഇവിടെ ഉണ്ടാവും അല്ലേ കുഞ്ഞാ? പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാ എല്ലാരും ഇങ്ങനെ ചോദിച്ചു അച്ഛനെ അമ്മയിട്ടിട്ട് ഞാൻ ഇവിടുന്ന് പോവാണെന്നൊക്കെ. നമ്മൾ ഇവിടെയും അവിടെയും മാറി മാറിയായിരിക്കും നിക്കുന്നേ. അത് തന്നെ കറക്റ്റ് ആണ്. അവിടെ നിൽക്കണം, ഇവിടെ നിൽക്കണം കേട്ടോ. അതാണ് നമ്മുടെ എന്ന് വെച്ചാ നമ്മള് അപ്പൂസിന്റെ വീട് തൃശ്ശൂരാണല്ലോ. അപ്പൊ തൃശ്ശൂരും നമ്മുടെ മാവേലിക്കരയിലും മാറി തിരിഞ്ഞ് അങ്ങനെ നിക്കാനാണ് നമ്മുടെ പ്ലാന് കേട്ടോ. കേട്ടോ സുന്ദരി, ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്റെ ടെലിമോനെയാ. എന്റെ ചിരിയായിരുന്നു ചക്കരക്കുട്ടു, എന്റെ ചിരിയായിരുന്നു. മുടിയൊക്കെ വളർന്നു. ഞാനാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ടെലിക്കുട്ടനെ കൊണ്ടുവരുന്ന മുട്ട അടിച്ചായിരുന്നു. ഇവനാണെങ്കിൽ ഉണ്ടല്ലോ ചീകാനൊന്നും നിന്നില്ല, ചിരിക്കി നടക്കല്ല. അങ്ങനെ ഞാൻ ഇടയ്ക്ക് ഷൂട്ടിന് പോയ സമയത്തുണ്ടല്ലോ ഇവന് ഇങ്ങനെ അമ്മയൊക്കെ ചീകാൻ വിളിച്ച് നിന്ന് കൊടുക്കത്തില്ല, ഭയങ്കര ഓട്ടവാ. ഞാൻ ചെയ്താലേ ഇവന് നിന്ന് തരുള്ളൂ കേട്ടോ. അപ്പൊ കൊറേ നാളിങ്ങനെ ഇവന് മുടിയൊന്നും ചീകാതെ ഭയങ്കര ചേട്ട പിടിച്ചു. അങ്ങനെ ഞാൻ കൊണ്ട് ഇവനെ മുട്ട അടിച്ചേക്കുമായിരുന്നു. ഇപ്പൊ എന്റെ മൂന്ന് മുടിയൊക്കെ വളർന്ന് ചക്കര മൂന്നായി. എന്റെ മൂന്ന് ചക്കര കുട്ടനായി. ആണോ? റെഡി? ചക്കര മൂന്നാണോ ഇത്? ഇത് അരിക്ക് വരുമ്പോഴേ ഇങ്ങനെ ചെയ്യണം കേട്ടോ. ചക്കര പൊണ്ണ ഇവനെ ഞാൻ എവിടെ പോയാലും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്ന് വെച്ചാ അങ്ങനെ എവിടെ പോയാലും പുറകിന് വരുക എന്ന് വെച്ചാ ഇപ്പൊ രാത്രിയിലൊന്ന് എണീറ്റ് നമ്മള് ബാത്റൂം പോവാണെങ്കിലും ഇവൻ പുറകിന് എണീറ്റ് വന്ന് അവിടെ കിടക്കും. പക്ഷെ ഉണ്ടല്ലോ തിരിച്ചവൻ നമ്മുടെ കൂടെ വരില്ല, എന്നിട്ട് അവൻ അവിടെ തന്നെ അങ്ങ് കിടക്കും. ഞാൻ പിന്നെ എടുത്തോണ്ട് വരണേ. എനിക്ക് പറയുന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് ചക്കരെ, മനസ്സിലാവുന്നുണ്ട് എന്റെ ചക്കര പൊണ്ണിന്. ഓ അരുത്തിയായമ്മ. ഓ ഓ ഓ അവന് ഞാൻ പാട്ടൊക്കെ പാടി കൊടുക്കും. ഞാനിവനെ ബാഗിലിട്ടോണ്ടാ വരുന്നേ, വാങ്ങിച്ചിട്ട്. കൊഞ്ചക്കുട്ടനാ കൊഞ്ചക്കുട്ടൻ. ഇത്തു എന്റെ മുറിയൊക്കെ നീ നോക്കിയായിരുന്നോ? നോക്കിയായിരുന്നോ? എന്റെ മുറിയില് കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ നീ? അല്ല കടിച്ചു വരച്ച് അപ്പുറത്തോണ്ടിട്ടോ മാത്രം മതി കേട്ടാ. നിന്നെ വിളിക്കുന്നു കുഞ്ഞാവൻ. അയ്യോ നിന്നെ അവിടെ വന്നിട്ട് കൈതോണ്ടി വിളിച്ചു കുഞ്ഞാ. നീ ഒന്ന് മൈൻഡ് ചെയ്തിരുന്നേടാ അപ്പൂസെ, മൈൻഡ് ചെയ്തിരുന്നേ. നോക്കട്ടെ തോണ്ടി വിളിക്കുമോന്ന് നോക്കട്ടെ. അയ്യോടാ ടെഡി, കുരുത്തക്കേടിന് ഒരു കുറവില്ല കേട്ടാ. അറ്റുവേ മീനില്ലാത്തോണ്ട് 2 മുട്ടയൊക്കെ തിന്നോണ്ടിരിക്കുന്നു. ആണോ ടെഡി? 2 മുട്ട തിന്നോ എന്റെ കുഞ്ഞിന്ന്? 2 മുട്ട തിന്നോടാ എന്റെ ദൈവമേ. ഇടുണ്ടോ കുഞ്ഞാ? ഇത് കുഞ്ഞിക്കരടിയാണോ? അങ്ങനെ ഞാൻ എന്റെ റൂമിലേക്ക് എത്തിയത് കണ്ടോ? റൂമിലെത്തിയതും എനിക്ക് പെട്ടെന്ന് ക്യൂരിയോസിറ്റി വന്നു ഇതിലൊക്കെ എന്തുമായിരിക്കും എന്നുള്ളത്. നമ്മുടെ കല്യാണത്തിന് കിട്ടിയ ഗിഫ്റ്റ് ഐറ്റംസ് ഇതുവരെ പൊട്ടിച്ചു നോക്കിയിട്ടില്ല. അമ്മ അതെല്ലാം അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്.
അപ്പോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഇതാക്കല്ലേ കുഞ്ഞാ? അതെ, ഗിഫ്റ്റ് അൺബോക്സിംഗ് ഇനി അടുത്ത വീഡിയോ ഇതൊക്കെ അൺബോക്സ് ചെയ്യുന്നതായിരിക്കും അല്ലേ? അങ്ങനെ നമ്മള് വീട്ടിലെത്തി അല്ലേ? അങ്ങനെ അച്ഛനും അമ്മയ്ക്കും ഒരു മോനെ കൂടെ സന്തോഷം കിട്ടി. കിട്ടി. നമുക്ക് ഇപ്പം ആയുസ്സും ആരോഗ്യം എപ്പോഴും ഉറപ്പ് കൊടുക്കാനെന്നാണ് അച്ഛന്റെ ആഗ്രഹം. അങ്ങനെ നമ്മുടെ വീട്ടില് ഒരു അംഗം കൂടെ കൂടി അല്ലേ? നമ്മള് ഹാപ്പി അല്ലേ കുഞ്ഞാ? അപ്പൊ guys, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഇവിടെ ഉണ്ടാവും. ഇനി ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ അടുത്ത വ്ളോഗിൽ പറയാം. നല്ല യാത്രാക്ഷീണം ഉണ്ട്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ കുഞ്ഞാ? അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.